രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് തിരുവനന്തപുരം പാറശാല. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ തെക്കേ അറ്റം. കഴിഞ്ഞ 10 വർഷമായി പാറശാല ഇടതിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിലും തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വോട്ട് കൂട്ടാനാണ് NDAയുടെ ശ്രമം. അതിർത്തി മണ്ഡലമാണ് പാറശാല. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സ്വാധീനമുള്ള സ്ഥലം. കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്നു. അതിനു മുന്നേ UDFനെയും സഹായിച്ച ചരിത്രമുള്ള മണ്ഡലം. വോട്ട് വളർച്ചയിലാണ് BJPയുടെ പ്രതീക്ഷ. ജനങ്ങൾ ചിന്തിക്കുന്നതാകട്ടെ പല വിധത്തിൽ. ആയിരത്തി 1957 മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള M. കുഞ്ഞികൃഷ്ണ നാടാർ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി. പിന്നീട് വർഷം പലതു കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മണ്ഡലത്തിൽ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് കണക്കുകൾ. 3ാം തവണയും മത്സരരംഗത്തുള്ള CK ഹരീന്ദ്രന് തന്നെയാണ് ഈ പോരാട്ടങ്ങളുടെ നായകസ്ഥാനവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന സാമൂഹ്യക്ഷേമ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കി പിണറായി സർക്കാർ. ഈ മണ്ഡലത്തിലും ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. മലയോര ഹൈവേ നടക്കില്ലെന്ന് പറഞ്ഞിടത്ത് മലയോര ഹൈവേ പൂർത്തിയാക്കി. താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി വലിയ പദ്ധതിയാണ് കൊണ്ടുവന്നതും ഉദ്ഘാടനം ചെയ്തത്. തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ്. അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട്. നാടാർ വോട്ടുകളടക്കം നിർണായകമാകുമെന്നതിൽ സംശയമില്ല. UDF സ്ഥാനാർത്ഥിയായി നെയ്യാറ്റിൻകര സനലെത്തിയതോടെ മത്സരചിത്രം മാറി. മുൻ കോൺഗ്രസ് MLA AT ജോർജിന്റെ വിമത നീക്കം വെല്ലുവിളിയാകുമെന്ന് കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. മാറ്റത്തിന് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നു, അതുണ്ടാകുമെന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടിയുള്ള തുടക്കത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു. ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ തന്നെ അവർ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് കടന്നു വരുന്നത്. അതുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാട്ടിൽ വികസനമുണ്ടാകും. വികസനം പറഞ്ഞിടക്കുന്ന വികസനമില്ല, കൊട്ടിക്കോഷിക്കുന്ന വികസനമില്ല. അടിസ്ഥാന വികസനങ്ങൾ അനിവാര്യമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം. യുവത്വമാണ് NDAയുടെ ആയുധം. BJPയുടെ സജീവ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാറാണ് സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു യുവമുഖത്തെ ആഗ്രഹിക്കുന്നുവെന്ന് പ്രചരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല സാഹചര്യം ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. ഇത്രയും കാലത്തെ നമ്മുടെ മണ്ഡലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, ആ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു അവസരമാണ് നമ്മുടെ നാട്ടുകാർക്ക് പാറശാല മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ അവസരം നന്നായി വിനിയോഗിക്കണമെന്നാണ് പറയുന്നത്. അത് അവർക്ക് അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ നിന്ന് റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമുക്കും വേണ്ടത് ഇത് തന്നെയാണ്, വികസനമാണ് വേണ്ടത് എന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ്. ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളും കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശവും എല്ലാം ഉൾപ്പെടുന്നതാണ് പാറശാല മണ്ഡലം. അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അതിസങ്കീർണമാകുന്നുണ്ട്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പരിഗണിക്കുന്ന ഘടകങ്ങൾ എന്തെന്നതും പ്രവചനാതീതമാണ്. പാറശാലയുടെ പ്രതീക്ഷകൾക്ക് കുമ്പിച്ചൽ കടവ് പാലത്തേക്കാൾ നീളമുണ്ട്. 3 മുന്നണികളും പ്രചരണ കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ല. മണ്ഡലത്തിലെ ഫലമറിഞ്ഞാൽ ജില്ലയിലെ പൊതുവെയുള്ള ട്രെൻഡ് അറിയാമെന്നാണ് സംസാരം. ജനം ആർക്ക് വോട്ട് ചെയ്യണമെന്നും ഉറപ്പിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ സിറിലിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.